ഒളിച്ചൊപ്പിടുകയായിരുന്നു, ഇരുട്ടിൽ നിർത്തി ഒപ്പിടുകയായിരുന്നു എന്നുള്ളതാണ് CPIയുടെ പരാതി. തങ്ങൾ അപമാനിതരായി എന്ന കാര്യം കൂടിയാണ് CPI വ്യക്തമാക്കിയത്. 2 തവണ ക്യാബിനറ്റ് യോഗത്തിൽ വന്നിട്ടും നയപരമായ പ്രശ്നമുള്ളതുകൊണ്ട് വേണ്ട എന്ന തീരുമാനമെടുക്കുകയും പിന്നീട് മാറ്റിവെച്ച് പിന്നീട് ചർച്ച നടത്താം എന്ന് പറയുകയും ഉറപ്പു നൽകുകയും ചെയ്ത കാര്യം പിന്നീട് മിണ്ടാതെ ഉരിയാടാതെ പോയി ഒപ്പിട്ടു എന്നുള്ളതാണ് CPIയുടെ വിഷമം. TV പ്രസാദ് ഉണ്ട്. വിവരങ്ങളുമായി പ്രസാദ്, ഇപ്പോൾ ശിവൻകുട്ടി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നിരിക്കുന്നു. എല്ലാ പ്രശ്നവും തീരും എന്ന ഒറ്റ വാക്കിൽ ഒതുക്കുകയാണ് മറുപടി. എന്താണ് നടന്നത്? വല്ലതും അറിയാനാകുന്നുണ്ടോ? ഏറെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഇന്നിപ്പോൾ CPIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോൾ എന്ത് സംഭവിക്കാനാണ് സാധ്യത, ഋഷി? ഇതിൽ ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയും ഒപ്പം ബിനോയ് വിശ്വവും GRL അടക്കമുള്ള അവർ തമ്മിലുള്ള സംസാരം എന്താണെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ വി ശിവൻകുട്ടി ഇറങ്ങുമ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്നാണ്. അങ്ങനെ ഒരു ആത്മവിശ്വാസത്തോടെയാണ് ഇറങ്ങിപ്പോയത്. അതേസമയം ഇതൊരു അനുനയ നീക്കത്തിന്റെ തുടക്കമായി മാത്രമേ നമുക്ക് വിലയിരുത്താൻ കഴിയുള്ളൂ. ഇങ്ങനെ മന്ത്രി വി ശിവൻകുട്ടി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതുകൊണ്ട് ഈ പറഞ്ഞ ഏതാണ്ട് ഒരു 30 മിനിറ്റ് നേരം സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന വിഷയങ്ങളല്ല. ഒരുപക്ഷെ അവർ നൽകിയ കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പുകൾ, അതിന്റെ മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിച്ചതാകാം. ഇനി അതിനപ്പുറത്തേക്ക് കൂടുതൽ ചർച്ചകൾ വേണ്ടിവരും. ഏതായാലും പ്രധാനപ്പെട്ട പ്രതികരണം വരേണ്ടത് ബിനോയ് വിശ്വത്തിന്റെ തീർച്ചയായും ബിനോയ് വിശ്വമാണ്, CPI നേതൃത്വമാണ്. അവർക്ക് കാര്യങ്ങൾ ബോധ്യമായോ, അവരുടെ നിലപാട് എന്താണ് എന്നതാണ് ഏറ്റവും പ്രധാനം. ബിനോയ് വിശ്വം പുറത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ GRLലും മന്ത്രി ശിവൻകുട്ടിയുമാണ്. 2 മന്ത്രിമാർ പുറത്തേക്ക് എത്തുന്നു. മന്ത്രി ചിരിക്കുന്നുണ്ട്, പക്ഷേ പ്രതികരിക്കുന്നില്ല. നിങ്ങളോട് ചർച്ചയുടെ വിശദാംശങ്ങൾ പറയുന്നില്ല എന്ന കാര്യമാണ് ശിവൻകുട്ടി പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഉരുത്തിരിഞ്ഞ കാര്യം എന്ത് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. 2 ദിവസത്തിനകം എക്സിക്യൂട്ടീവ് ചേരാനിരിക്കുന്നു. അതിൽ വലിയ തീരുമാനങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള അനുനയം അതാണോ നടന്നിട്ടുണ്ടാവുക? മന്ത്രിമാരെ പിൻവലിക്കുന്ന അടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് ഒരുപക്ഷേ CPI പോകുമെന്ന് കരുതിയിരുന്നു. അതിൽ നിന്ന് പിന്മാറണമെന്ന അഭ്യർത്ഥന ആയിരിക്കുമോ ശിവൻകുട്ടി നടത്തിയിട്ടുണ്ടാവുക? എങ്ങനെയാണ് നമുക്കിതിപ്പോൾ അനുമാനത്തിലേക്ക് എത്താൻ കഴിയുക? ബിനോയ് വിശ്വം അകത്ത് തുടരുകയാണല്ലേ റോഷിപാൽ? സ്മൃതി, ഇപ്പോഴും CPI സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ബിനോയ് വിശ്വം തുടരുന്നുണ്ട്. മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തായാലും പങ്കുവച്ചില്ല. പക്ഷേ മന്ത്രി ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും പ്രതീക്ഷയോടെ തന്നെ മടങ്ങുന്നു. ഏതായാലും ഈ ഒരു അനുനയ നീക്കത്തിൽ CPI വഴങ്ങുമോ എന്നതാണ്. ഈ അനുനയ നീക്കം വിജയിക്കുമോ എന്നത് ഏറ്റവും പ്രധാനമാണ്. എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാകുമെന്നത് ഏതായാലും ബിനോയ് വിശ്വം തന്നെ ഏറെ വൈകാതെ തന്നെ ഈ കാര്യങ്ങൾ ഒരു വ്യക്തമായ നിലപാട് പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും തിങ്കളാഴ്ച ചേരുന്ന എക്സിക്യൂട്ടീവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിലാണ് തീരുമാനങ്ങൾ വരേണ്ടത്. ബിനോയ് വിശ്വത്തിന് മാത്രമേ ഇനി തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. CPIയുടെ ഏതാണ്ട് നേതാക്കളൊക്കെ, അത് ദേശീയ നേതാക്കളൊക്കെ അവർ പാർട്ടിയുടെ നിലപാട് പറഞ്ഞതാണ്. PM-3 പദ്ധതിയെ ശക്തിയുക്തം എതിർക്കുന്നതാണ് നിലപാട്. അതിൽ ആ നിലപാട് മാറ്റണമെങ്കിൽ സംസ്ഥാനത്ത് PM-3 പദ്ധതി നടപ്പിലാക്കുമ്പോൾ സംസ്ഥാനത്തിന് മാത്രം ഏതെങ്കിലും തരത്തിലുള്ള ഇളവുകൾ കേന്ദ്രം നൽകിയിട്ടുണ്ടോ എന്നതാണ്. അത് കാത്തിരിക്കണം. ഏതായാലും ഇപ്പോഴിവർ പ്രതീക്ഷ അർപ്പിക്കുന്നു. ഇനി ആരൊക്കെ ഈ അനുനയ നീക്കത്തിന്റെ ഭാഗമാകുമെന്നതാണ് അറിയേണ്ടത്. ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഒപ്പിടേണ്ടി വന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് അഭിമുഖീകരിച്ചത് എന്നൊരു വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ CPIയെ അറിയിക്കുക എന്നുള്ളത് മാത്രമായിരിക്കാം ഇന്നിപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ ഈ ഒരു അരമണിക്കൂർ പോലും എടുത്തില്ല എന്ന് തോന്നുന്നു. ഈ ഒരു ചെറിയ സമയം കൊണ്ട് എത്രത്തോളം കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയും എന്ന കാര്യത്തിലൊക്കെ വ്യക്തത കുറവുണ്ട്. ഒരു പക്ഷേ ആ സാഹചര്യമുണ്ടല്ലോ, അതായത് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് കടുത്ത പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതായത് ഇത് ഒപ്പിടാത്തതുകൊണ്ട് തന്നെ എല്ലാ ഫണ്ടുകളും, സമഗ്ര ശിക്ഷാ കേരളത്തിൻ്റെ ഉൾപ്പെടെ ഫണ്ടുകൾ പൂർണ്ണമായി തടഞ്ഞു വെക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ജീവനക്കാർക്ക് ശമ്പളമില്ല എന്നുള്ളത് മാത്രമല്ല റോഷി, ഭിന്നശേഷിക്കാരായ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ സൗജന്യ പാഠപുസ്തകം, നമ്മുടെ യൂണിഫോം അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രതിസന്ധിയിലായിട്ടുമുണ്ട്. ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ബോധ്യപ്പെടുത്താനുള്ള ശ്രമമായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ അപ്പോഴൊരു ചോദ്യമുള്ളത്, എന്തുകൊണ്ട് ഇത് പറയാതെ ചെയ്തു എന്നുള്ളത്. അതല്ലേ യഥാർത്ഥത്തിൽ? ഉറപ്പായും അതാണ് CPI നേതൃത്വം ഒരു ഗൂഢാലോചന എന്ന ആരോപണം ഉന്നയിക്കാൻ കാരണവും. എന്തിനാണ് കാര്യങ്ങളൊക്കെ രഹസ്യമായി വെച്ചതെന്ന്. ഏതായാലും ഇത് അനുനയ നീക്കത്തിന്റെ തുടക്കമായി നമുക്ക് വിലയിരുത്താൻ കഴിയും. ഇവിടെ നേരത്തെ പ്രസാദ് പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ സർക്കാർ PM-3 പദ്ധതിയിൽ ഒപ്പുവെക്കാൻ നിർബന്ധിതമായത് എന്ന് ബോധ്യപ്പെടുത്താൻ, അത് വിദ്യാഭ്യാസ വകുപ്പ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികൾ, അത് ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമായിരിക്കാം. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് കൂടുതൽ ചർച്ചകൾ അതിനി നടത്തേണ്ടത് CPM നേതൃത്വവും ഒപ്പം CPI നേതൃത്വവും തമ്മിലാണ്. ഇത് ആ വകുപ്പിൻ്റെ ഒരു തലവൻ എന്നതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസ മന്ത്രി ഈ പറഞ്ഞ കാര്യങ്ങൾ അത് അംഗീകരിച്ചുകൊണ്ട് നിലപാട് മാറ്റാൻ CPI നേതൃത്വം തയ്യാറാകുമെന്ന്